വെൽക്കം ടു ഈസി മാത്സ്. അപ്പൊ നമ്മൾ ഒരു മാത്സിന്റെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പോഴത്തെ കുട്ടികൾ പലരും ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സിന്റെ ഒരു ബേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഒന്നും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു 10 ദിവസം കൊണ്ട് മാത്സിന്റെ ബേസ്, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, നമ്പേഴ്സ്, അങ്ങനെ ബേസ് ആയിട്ട് മാത്സിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കൊരു 10 ദിവസം കൊണ്ട് പഠിക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം വേണ്ട നമുക്ക് മാത്സ് പഠിക്കാനുള്ള ഒരു എനർജിയാണ്. സോ ഞാൻ മാത്സ് അടിപൊളിയായിട്ട് പഠിക്കും എന്ന് കരുതിക്കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ മാത്സ്. അപ്പൊ മാത്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും പഠിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ നമ്പേഴ്സിൽ നിന്നാണ്. സോ നമുക്ക് നമ്പേഴ്സിനെല്ലാം ജസ്റ്റ് ഒന്ന് ആദ്യം പരിചയപ്പെടാം. നമുക്കറിയാവുന്ന ആദ്യത്തെ നമ്പർ ഏതാണ്? 1, 2, 3, 4, 5 എന്ന് പറഞ്ഞു പോകുന്നതാണ് അല്ലേ? ആ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് ഏത് ലെറ്റർ വെച്ചിട്ടാണ് കാണിക്കുന്നത്? ക്യാപിറ്റൽ N. എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു? 1, 2, 3, 4 എക്സെട്ര കേട്ടോ. ഇതിനർത്ഥം അങ്ങ് നീണ്ടു പോകുന്നതാണ്. 1, 2, 3, 4, 5, 6, 7 എന്ന് പറഞ്ഞു പോകുന്നതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ നമ്പേഴ്സ് ആണ് ഏതെന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ്. അപ്പൊ ഓർക്കേണ്ടത്, ഇതിന് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ലെറ്റേഴ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്ത് സാധാരണ അങ്ങനെ കാണിക്കാറൊന്നുമില്ല. അപ്പൊ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നതിനകത്ത് ഈ 1, 2, 3യുടെ കൂടെ 4ന്റെ കൂടെ ആദ്യം നമ്മൾ തുടക്കത്തിൽ ഒരാളെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 0, 0, 1, 2, 3, 4 എക്സെട്ര. അപ്പൊ ഇനി മലയാളം വീഡിയോ വേണ്ടവർക്ക് വേണ്ടി മലയാളത്തിന് മാത്രം ഒരു വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ കേൾക്കാം കേട്ടോ. ഹോൾ നമ്പേഴ്സ്. അടുത്തത് നമുക്ക് എന്താണോ മിസ്സിങ് അതാണ് നമ്മൾ ആഡ് ചെയ്ത് വരുന്നത്. അപ്പൊ 0 ആയി. ഇനി നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിനെ കൂടി ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. ആ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, ഇൻറ്റീജേഴ്സിനെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ ഇസഡ് ആണ് കേട്ടോ, ഐ ഒന്നും അല്ല, ഇസഡ് ആണ്. അപ്പൊ ഏതൊക്കെ വരും? 0, 1, 2, 3, 4 എക്സെട്ര. ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് -1, -2, -3 എക്സെട്ര. ഓക്കെ, അപ്പം നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള 1, 2, 3, 0 നെഗറ്റീവ് നമ്പേഴ്സും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. എല്ലാ നമ്പേഴ്സും ഇല്ല, -1, -2, -3 അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതെല്ലാം കൂടി വരുന്നതാണ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത നമ്പേഴ്സ് ഏതാണ് വേണ്ടത്? നമുക്ക് ഇവരെ ഫ്രാക്ഷൻ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പേഴ്സ് അല്ലേ? അപ്പൊ ആ നമ്പേഴ്സിന് പറയുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? ക്യൂ ആണ് കേട്ടോ. ക്യൂ. റാഷണൽ നമ്പേഴ്സിനെ കാണിക്കുന്നത് ക്യൂ വെച്ചിട്ടാണ്. അപ്പൊ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് P/Q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. Q നോട്ട് ഈക്വൽ ടു എന്താണ്? 0. നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റണം, Q 0 ആവാൻ പാടില്ല. അതാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഏതാണ്? അപ്പൊ P-യും Q എന്താണെന്നോട് പറഞ്ഞുതരാം. P, Q എന്ന് പറയുന്നത് ഏതാണ്? ഇൻറ്റീജേഴ്സ് ആണ് കേട്ടോ. ഇൻറ്റീജേഴ്സ്. P-യും Q ഇൻറ്റീജേഴ്സ് ആണ്. അതാണ് നമ്മുടെ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചുമ്മാ എക്സാമ്പിൾ നോക്കാം. ഏതാണ്? 1/2. 1ഉം 2 ഇൻറ്റീജേഴ്സ് ആണല്ലോ. പിന്നെ ഏത് വരും? 2/3, 4/5, -1/2, -3/4. ഇതെല്ലാം ഇങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും എന്താണ്? നമ്മുടെ റാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം. 1 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണോ? നമ്മുടെ വെറുതെ നമ്മൾ 1 എടുക്കുക, അതൊരു റാഷണൽ നമ്പർ ആണോ എന്ന് വെച്ചാൽ അതെ കേട്ടോ, 1 ഒരു റാഷണൽ നമ്പർ ആണ്. കാരണം 1നെ നമുക്ക് 1/1 എന്ന് എഴുതാം. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ ഒരു റാഷണൽ നമ്പർ ആണോ? അതെ, 2നെ നമുക്ക് 2/1 എന്ന് എഴുതാം. 2/1 2 തന്നെയാണ്. 3/1 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 തന്നെയാണ്. അപ്പൊ 3 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ ആണ്. നമ്മുടെ 0 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ ആണോ? അതെ, 0നെ 0/1 എന്ന് എഴുതാം കേട്ടോ. ഏത് നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താലും അത് തന്നെ ആൻസർ കിട്ടും. സോ നമുക്ക് അങ്ങനെ എഴുതി കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ നമ്പേഴ്സ് നമ്മൾ പഠിച്ച് ജസ്റ്റ് റീകളക്ട് ചെയ്യുക. നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും ഇൻറ്റീജേഴ്സും റാഷണൽ നമ്പേഴ്സും നമ്മൾ പഠിച്ചു. ഇനി സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഇനി എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇറാഷണൽ നമ്പേഴ്സ് നമ്മൾ ബേസ് ആണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര ഓർത്താൽ മതി. P/Q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത നമ്പേഴ്സ് കേട്ടോ. P/Q ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ വേണ്ട എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം.
√2 കേട്ടോ, √2. അത് നമുക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റത്തില്ല, കാരണം √2/1 എന്ന് എഴുതിയാലും √2 എന്ന് പറയുന്ന ഒരു ഇന്റീജർ അല്ല. ഓക്കെ, അടുത്തത് √3, √5. ഓക്കെ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇറാഷണൽ നമ്പറിന് എക്സാമ്പിൾ ആണ്. പിന്നെ നമുക്കറിയാവുന്ന പൈ ഒക്കെ ഒരു ഇറാഷണൽ നമ്പറിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ക്യൂ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് റാഷണലും p/q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്തത് ഇറാഷണലും കേട്ടോ. അപ്പൊ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് വരെ ഇപ്പൊ എത്തി നിൽക്കുവാണ്. അപ്പൊ നമുക്ക് ഇനി പഠിക്കേണ്ടത് എന്താണ് റിയൽ നമ്പർ എന്നുള്ളതാണ്. റിയൽ നമ്പർ. അപ്പം റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് ഒന്നുമില്ല കേട്ടോ, നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കുക. നമ്മുടെ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് കേട്ടോ. റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൂടി ചേരുന്നതിനെ വിളിക്കുന്ന പേരാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് ഒരു നമ്പർ കൊണ്ടുണ്ട്. ഇതൊരു +1 +2 തൊട്ടാണ് നമ്മൾ ജസ്റ്റ് പഠിച്ചു തുടങ്ങുന്നത്. എന്നാലും നമ്പർ സിസ്റ്റം കംപ്ലീറ്റ് ആകാൻ വേണ്ടി ജസ്റ്റ് അതൊന്ന് പറയാം. കുഞ്ഞുമക്കളാണെങ്കിൽ ഇത് ജസ്റ്റ് അവോയ്ഡ് ചെയ്യാം. എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ് കേട്ടോ, കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പൊ എന്താ കോംപ്ലക്സ് നമ്പർ എന്ന് ചോദിച്ചാല് നമ്മള് √−1, -1ന്റെ റൂട്ടിനെ നമ്മൾ i എന്ന് വിളിച്ചു. -1ന്റെ റൂട്ടൊക്കെ പറഞ്ഞു തരാം കേട്ടോ പോകുന്ന വഴിക്ക്. നമ്പർ സിസ്റ്റം ഒന്ന് കംപ്ലീറ്റ് ആവാൻ വേണ്ടി പറയുന്നതാണ്. √−1നെ നമ്മൾ i എന്ന് വിളിച്ചു. എന്നിട്ട് ഈ ഐയും കൂടി ചേർത്തിട്ട് നമ്മൾ എഴുതുന്ന നമ്പർ ഇപ്പൊ 2 + i, 3 + 2i ഇങ്ങനെ ഒക്കെ എഴുതുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ കേട്ടോ. a+ib രൂപത്തിൽ എഴുതുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. അത് നമ്മൾ ബേസ് പഠിക്കുമ്പോൾ ഒരുപാട് പഠിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ കോംപ്ലക്സ് നമ്പർ കേട്ടോ. അപ്പൊ നമ്പർ സിസ്റ്റം ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു വെക്കാം. മാത്സ് വളരെ ബ്യൂട്ടിഫുള്ളും സിമ്പിളും ആണെന്ന് കരുതി വളരെ നൈസായിട്ട് പഠിക്കുക. നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇന്റീജേഴ്സ്, റാഷണല്, ഇറാഷണല്, റിയൽ നമ്പർ. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നമ്പർ സിസ്റ്റം കംപ്ലീറ്റ് ആകുന്നത് ഏത് നമ്പേഴ്സ് വെച്ചിട്ടാണ്? കോംപ്ലക്സ് നമ്പർ വെച്ചിട്ടാണെന്ന് ജസ്റ്റ് ഓർത്തിരിക്കുകയാണ്. ബേസ് ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് ഫേസ് വാല്യൂ അല്ലെങ്കിൽ എന്താണ് പ്ലേസ് വാല്യൂ എന്ന് പഠിക്കാം. അപ്പൊ കുഞ്ഞായിട്ട് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഫേസ് വാല്യൂ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോവാണ്. ഫേസ്, നമ്മുടെ ഫേസ് അല്ലെ, ഫേസ് എന്നുള്ള രീതിയിൽ ഓർക്കുക. നമ്മൾ മുഖത്ത് നോക്കുമ്പോൾ ആദ്യം കാണുന്ന നമ്മളല്ലേ, അതുപോലെ തന്നെ നമ്പേഴ്സിന്റെ കാര്യത്തിൽ ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുവാണ് 375 എന്ന് തന്നിട്ട് ഫൈൻഡ് ഫേസ് വാല്യൂ ഓഫ് 3 എന്ന് ചോദിച്ചാൽ ഫേസ് വാല്യൂ ഓഫ് 3 എന്ന് ചോദിച്ചാൽ 3 തന്നെ കേട്ടോ. ഫേസ് വാല്യൂ ഓഫ് 3. അപ്പൊ ഫേസ് വാല്യൂ ഓഫ് 7 ആ ചോദിക്കുന്നെങ്കിലോ, ഫേസ് വാല്യൂ ചോദിക്കുവാണെങ്കിൽ എന്തായിരിക്കും? 7ന്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 തന്നെ ആയിരിക്കും. 5ന്റെ ഫേസ് വാല്യൂ ചോദിച്ചു കഴിഞ്ഞാലോ 5 തന്നെ ആയിരിക്കും. ഇനി വേറൊരു നമ്പർ നമുക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം. ഏതാണ്? ഒരു 1 2 7 8 9 എന്നിട്ട് നമ്മളോട് ചോദിക്കുവാണ് ഫൈൻഡ് ഫേസ് വാല്യൂ ഓഫ് 2. ആൻസർ എന്ത് തന്നെയാണ്? 2. അപ്പൊ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ നമ്പർ തന്നെയാണ് കേട്ടോ. 2ന്റെ ചോദിച്ചാൽ 2, 3ന്റെ ചോദിച്ചാൽ 3, 4ന്റെ ചോദിച്ചാൽ 4, 5ന്റെ ചോദിച്ചാൽ 5, അത്രേ ഉള്ളൂ. പക്ഷേ പ്ലേസ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 7 5 2 3 1 ഫൈൻഡ് പ്ലേസ് വാല്യൂ. അപ്പൊ പ്ലേസ് വാല്യൂ എന്ന് ചോദിക്കുമ്പോൾ അതിരിക്കുന്ന പ്ലേസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്ലേസ് വാല്യൂ ഓഫ് 2 ആണെന്ന് കരുതുക. പ്ലേസ് വാല്യൂ ഓഫ് 2. അപ്പൊ ഞാൻ പ്ലേസ് വാല്യൂ എങ്ങനെ വായിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഈ ഇവിടുന്ന് വൺസ്, ടെൻസ്, 100, 1000, 10,000 എന്ന് പറഞ്ഞ് വായിച്ചു പോകണം. വൺസ്, ടെൻസ്, 100, 1000, 10,000 എന്ന് പറഞ്ഞു കേട്ടോ. ഡെസിമൽ നമ്പേഴ്സിന്റെ പിന്നെ പറഞ്ഞുതരാം, ഡെസിമൽ നമ്പേഴ്സ് ഒക്കെ പഠിക്കുന്നതിന്റെ കൂടെ കേട്ടോ. അപ്പൊ അങ്ങനെ വായിച്ചു പോയാൽ മതി. അപ്പൊ നമുക്ക് അങ്ങനെ പറയാം. അപ്പൊ ഇല്ലെങ്കിൽ എഴുതുന്നുള്ള എളുപ്പമാർഗം പഠിപ്പിക്കാം. അപ്പൊ 2ന്റെ ഫേസ് വാല്യൂ പ്ലേസ് വാല്യൂ ചോദിക്കുന്നതെങ്കിൽ 2 അതുപോലെ എഴുതുക. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടോ? 1 2 2 നമ്പർ ഉണ്ട് അല്ലെ, ഇത് കഴിഞ്ഞ 2 നമ്പർ. അപ്പൊ 2 zeros ഇപ്പുറം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. 2. അപ്പൊ 2ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 200. 2ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 200. അപ്പൊ നമ്മളോട് ഇപ്പം ഫൈൻഡ് ഫേസ് വാല്യൂ ഓഫ് പ്ലേസ് വാല്യൂ കേട്ടോ. പ്ലേസ് വാല്യൂ
ഓഫ് 5 എന്നാ ചോദിച്ചിരുന്നെങ്കിലോ 5നെ എടുക്കുക പിന്നെ 1 2 3 അത്രയും സീറോസ് കൊടുക്കുക കേട്ടോ. അപ്പൊ അതാണ് ആൻസർ. 5നെ എഴുതി പിന്നെ ബാലൻസ് 1 2 3 സീറോസ് കൊടുത്തു. അപ്പൊ ഇതെങ്ങനെ കിട്ടിയേ? സത്യം പറഞ്ഞാല് ഈ 200 കിട്ടുന്നത് 2 ഇൻറ്റു ഇതിരിക്കുന്ന പ്ലേസ് നോക്കി 1 ടെൻസ് 100. അപ്പൊ 2 ഇൻറ്റു 100 കൊടുത്തപ്പോഴാണ് നമുക്ക് ആക്ച്വലി 200 കിട്ടുന്നത്. എങ്ങനെ ഈ 5000 കിട്ടുന്നത്? 5 ഇൻറ്റു ഈ 5 നിൽക്കുന്ന പ്ലേസ് നോക്കി 1 ടെൻസ് 100 1000. അപ്പൊ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 5000 കിട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് കാര്യം ഓർത്തിരുന്നാലും മതി. ഇനി വേറെ പറഞ്ഞുതരാം. വേറെ ക്വസ്റ്റ്യൻ നമുക്ക് എടുത്ത് നോക്കാം. ഏതാണ്? 7 2 3 5 1. Find place value of 2. ഇപ്പൊ 2 കൊണ്ട് എടുക്കുന്നു 2 1 2 3 zeros 1 2 3 zeros. നമ്മളോട് പ്ലേസ് വാല്യൂ ഓഫ് 1 ചോദിച്ചിരുന്നെങ്കിലോ 1ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ വേറെ സീറോസ് ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് 1 തന്നെ കേട്ടോ. 1ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. സോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ കുറെ കാര്യങ്ങൾ പഠിക്കാം. അപ്പം ഫേസ് വാല്യൂ പ്ലേസ് വാല്യൂ നമ്പേഴ്സ് ഒക്കെ ബേസ് ആയിട്ട് നമ്മൾ പഠിച്ചു. ഇനി ആഡ് ചെയ്യാൻ സബ്സ്ട്രാക്ട് ചെയ്യാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ ബൈ.